ഓണക്കാലത്ത് നല്ല വില പ്രതീക്ഷിച്ച് പച്ചക്കറി കൃഷി ചെയ്ത കർഷകർ ഉൽപ്പന്നത്തിന് വിലയില്ലാതായതോടെ കണ്ണീരിലായി. പച്ചക്കറി ഇനങ്ങൾക്ക് വിലയും ഡിമാൻഡും കുറഞ്ഞതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. സമൃദ്ധമായ വിളവ് ലഭിച്ചിട്ടും കൃഷിച്ചെലവ് പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളതെന്ന് കർഷകർ പറയുന്നു. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി വിളയുന്ന മറ്റത്തൂർ അടക്കമുള്ള കിഴക്കൻ മലയോര മേഖലയിൽ ഇക്കുറി വളരെ കുറച്ച് കർഷകർ മാത്രമാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. മഴ നീണ്ടുനിന്നതിനാൽ ഓണക്കാലത്ത് വിളവെടുപ്പിന് പാകമാകാതെ വന്നതാണ് പച്ചക്കറി കർഷകർക്ക് തിരിച്ചടിയായതെന്ന് മറ്റത്തൂരിലെ പച്ചക്കറി കർഷകനായ ലോനായി കോപ്ലി പറഞ്ഞു. ഓണത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പട്ടലും ഇതൊക്കെ മേടിച്ച് വലയൊക്കെ മേടിച്ച് കൃഷി ചെയ്തു. 1.5 ലക്ഷം രൂപ ചിലവുണ്ട്. ഓണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിയത്, പയറായി തുടങ്ങിയത്. ഓണം അത് ഇറങ്ങുകൊണ്ട് ഓണത്തിന് ഉൾപ്പെടെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല, ഒന്നുമില്ല, ആകെ നഷ്ടത്തിലേക്കാണ് കാണുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഞാൻ ചിലവ് ചെയ്തിരിക്കുന്നത്. കടമ്പോട് പുളിന്തറയ്ക്ക് സമീപം പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ സ്ഥലത്ത് ഇത്തവണ പയർ, കുക്കുംബർ, വെണ്ട തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ലോനായി കൃഷി ചെയ്തത്. ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ 2 മാസം മുമ്പേ കൃഷി ഇറക്കിയെങ്കിലും പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് ഈ കർഷകന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചു. ചെടികൾ പൂവിടാൻ വൈകിയതിനാൽ ഓണത്തിന് മുമ്പ് വിളവെടുപ്പിന് പാകമായില്ല. ഓണം കഴിഞ്ഞപ്പോൾ പയറും കുക്കുംബറും ധാരാളമായി വിളഞ്ഞെങ്കിലും വാങ്ങാനാളില്ലാത്ത അവസ്ഥയായി. ഇതുമൂലം വിലയും 1/3 കുറഞ്ഞു. ഓണവിപണിയിൽ കിലോയ്ക്ക് 100 രൂപ വരെ വിലയുണ്ടായിരുന്ന പയറിന് ഓണം കഴിഞ്ഞതോടെ 30 രൂപയായി താഴ്ന്നു. കുക്കുംബറിന്റെ വില 30-ൽ നിന്ന് പകുതിയായി കുറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കാമെന്ന് വെച്ചാൽ വാങ്ങാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് ലോനായി പറയുന്നു. കുക്കുംബർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ, ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. ഇത് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ലാത്ത ഒരു കണ്ടീഷനിലാണ്. ഓണത്തിന് മുമ്പാട് 40 രൂപ ഉണ്ടായിരുന്ന കുക്കുംബറ ഇപ്പോൾ 15 രൂപ 10 രൂപയ്ക്കൊക്കെയാണ് ചോദിക്കുന്നത്, കൊടുക്കണതും ഒക്കെ അങ്ങനെയാണ്. ഭയങ്കര നഷ്ടത്തിലേക്കാണ്. ആർക്കും വേണ്ട കുക്കുംബർ. പയർ 1 കിലോ പയർ പോലും നമുക്ക് ഓണത്തിന് കിട്ടിയില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞ് വെയിലൊക്കെ കണ്ടപ്പോൾ നല്ലോണം പയറായിട്ടുണ്ട്. പയറും ഒരുപാട് വില കുറവാണ്. 30 രൂപ 40 രൂപയ്ക്കാണ് അവർ പറയുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന്. ഓണത്തിന് 100 രൂപ ഉണ്ടായതാണ് പയർ. 1 കിലോ പയർ പോലും കിട്ടിയില്ല. അപ്പോൾ 100 രൂപ കിട്ടുന്ന കണക്കായിട്ടാണ് ചെയ്തത്. ഈ കാലവർഷമാണ് നമ്മളെ ശരിക്കും പറ്റിച്ചത്. മഴ കാരണം കൊണ്ടാണ് ഉണ്ടാവാഞ്ഞത്. മഴ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പയർ ഇഷ്ടം പോലെയായി, ആർക്കും വേണ്ടാത്ത സ്ഥിതിയിലായി. കിട്ടിയ വിലയ്ക്ക് വിറ്റഴിക്കേണ്ട ഗതികേടിലാണ്. കൃഷി ഇറക്കാനായി ചെലവഴിച്ച 1.5 ലക്ഷത്തോളം രൂപയിൽ പകുതി പോലും തിരിച്ചു കിട്ടില്ലെന്നാണ് ലോനായിയുടെ സങ്കടം. ശരി കണ്ട തത്ത തിന്നിട്ട് കണ്ട നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതേമാതിരി തത്ത വന്നിട്ട് നമ്മൾ മാറി കഴിഞ്ഞാൽ അവർ മുഴുവൻ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി. പടക്കം ഒരു 100 പേരെ പടക്കം ഒരു ദിവസം പൊട്ടിക്കണം, എന്നാലേ തത്ത പോവുള്ളൂ. വേറെ എങ്ങും കൃഷിയില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വിഷമം. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ലൈക്ക് ബട്ടൺ അമർത്തിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്.